ടു ഹാപ്പി ബിറ്റ്സ് ടി വി. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ പോലെ ഇന്ന് നമുക്കൊരു അടിപൊളി വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീറ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മളുടെ ഹെയർ റിമൂവ് ചെയ്യാന്നുള്ളത് ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ കുറേ ഞാൻ ഹെയർ റിമൂവലിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാണ് നമ്മുടെ ഹെയർ റിമൂവ് ചെയ്യുക, അതിനെക്കുറിച്ചൊരു വീഡിയോ ഇടാമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതാണ് ഞാൻ വേഗം തന്നെ ഈ വീഡിയോ ഇടാൻ കാരണം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഈ ഹെയർ റിമൂവൽ ക്രീം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഹെയർ റിമൂവ് ചെയ്യാം. അപ്പോൾ ഇത് നോർമൽ സ്കിന്നിനുള്ളതാണ്. ഇതിനകത്ത് ലോട്ടസ് മിൽക്കും അതുപോലെ തന്നെ ജാസ്മിൻ്റെ നല്ല പെർഫ്യൂം, ആ ഒരു നല്ല സ്മെല്ലൊക്കെ ഉണ്ടെന്നൊക്കെ എൻ്റെ എഴുതിയിട്ടുണ്ട് പുറത്ത്. അതുകൂടാണ്ട് നല്ല സ്കിന്ന് നല്ല സിൽക്കി ടൈപ്പ് ആവുകയും ചെയ്യും. ഞാൻ യൂസ് ചെയ്തിട്ട് വളരെ എഫക്റ്റീവായിട്ട് തോന്നിയത് ഒരു സിമ്പിൾ ആയിട്ട് നമ്മുടെ ഹെയർ റിമൂവ് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണിത്. അപ്പം നമുക്ക് ഇതുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ഹെയർ റിമൂവ് ചെയ്യാൻ നോക്കാം. ഇതിപ്പോൾ യൂസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഫേസിൽ നമ്മുടെ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അണ്ടർ ആംസിൽ യൂസ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ബിക്കിനി വാക്സിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുള്ള ഹെയറൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് നമ്മളുടെ ഈ ക്രീം ഉപയോഗിച്ചിട്ടുള്ള മെത്തേഡ്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്തായാലും എല്ലാവരുടെ സ്കിൻ ഏത് ടൈപ്പാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഒരു പാച്ച് ടെസ്റ്റ് മസ്റ്റായിട്ടും ചെയ്യുക. അപ്പോൾ ഒരു ദിവസം രാത്രിയിൽ നമ്മൾ ഒന്ന് ജസ്റ്റ് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ട് പിറ്റേ ദിവസം നോക്കുക നമുക്ക് എന്തെങ്കിലും റാഷസ് ഉണ്ടോ നോക്കുക. അപ്പം ലൈച്ചിങ്ങോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഉപയോഗിക്കേണ്ട. നോർമലി അങ്ങനെ പ്രോബ്ലം ഒന്നും ഉണ്ടാവാറില്ല. പക്ഷേ ചില സ്കിൻ ടൈപ്പിന് അങ്ങനെ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയാൻ കാരണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് 100 ml ആണ് ഈ ക്രീം എന്ന് പറയുന്നത്. നാട്ടിൽ അറൗണ്ട് ഒരു 175-180 റുപ്പീസിന് ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നമ്മുടെ കൈകാലുകളിലെ രോമം കളയാനായിട്ടും നമ്മുടെ കയ്യിലെ രോമം കളയാനായിട്ടൊക്കെ വളരെയധികം ഫലപ്രദമാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉപയോഗിക്കാൻ നോക്കാം. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ 3 സ്റ്റെപ്പാണ് ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പം ഇതെങ്ങനെയാണ് സിമ്പിളായിട്ട് ചെയ്യാൻ നമുക്ക് നോക്കിയാലോ. ഏത് ഭാഗത്താണോ നമ്മളുടെ ഹെയർ റിമൂവ് ചെയ്യുന്നത് ആ ഭാഗത്ത് എന്തെങ്കിലും ഓയിലോ അല്ലെങ്കിൽ നല്ല ക്രീമൊക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കളയുക ഫസ്റ്റ്. എന്നിട്ട് ആ ഭാഗം നന്നായിട്ട് ക്ലീൻ ആക്കുക. അതിന് ശേഷം മാത്രം നമ്മൾ അവിടെ ഈ ക്രീം യൂസ് ചെയ്യുക. അപ്പോൾ ഈ ക്രീം ഉണ്ടാവും, അതിൻ്റെ കൂടെ ഇതുപോലത്തെ ഒരു സ്പാക്ടുല കൂടി ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇത് രണ്ടും ഉപയോഗിച്ച് സിമ്പിളായിട്ട് ഇത് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ ക്രീം ഓപ്പൺ ചെയ്യുക. ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഫ്രഷ് ആയിട്ട് വാങ്ങിയതാണിത്. ജസ്റ്റ് ഇത് റിമൂവ് ചെയ്യുക. അതിന് ശേഷം ക്രീം ഇതിൻ്റെ മുകളിലോട്ട് തേക്കുക. കണ്ടോ, നമ്മൾ ഇപ്പം എൻ്റെ കയ്യിൽ ഇതേ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹെയർ ഉണ്ട്. ആ ഭാഗത്തോട്ട് നമ്മൾ സിമ്പിളായിട്ട് തേച്ച് കൊടുക്കുക. ഒന്ന് റബ്ബ് ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് സിമ്പിളായിട്ട് തേച്ച് കൊടുത്താൽ മതി. ഇത് 3 മുതൽ മാക്സിമം 6 മിനിറ്റ് വരെ യൂസ് ചെയ്യാവുള്ളൂ കേട്ടോ. അതിൽ കൂടുതൽ നമ്മളുടെ സ്കിന്നിൽ വെക്കരുത്. ഇവിടേക്കാണ് ഉള്ളത് ആ ഭാഗത്ത് ഫുള്ളായിട്ട് നമ്മൾ തേച്ച് കൊടുക്കുക. അതേ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 3 മുതൽ മാക്സിമം 6 മിനിറ്റ് നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറന്നൊന്നും പോരുത്. 6 മിനിറ്റ് കൂടുതൽ നമ്മൾ വെക്കേണ്ട. അതുപോലെ തന്നെ ഇതിട്ടിട്ട് നമ്മൾ കുറേ ഇങ്ങനെ ഇട്ട് കുത്തിയും അങ്ങനൊന്നും മസാജ് ചെയ്യുക അങ്ങനൊന്നും വേണ്ട. ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം നമുക്കിനി ടൈം നോക്കിയിട്ട് വെയിറ്റ് ചെയ്യാം. റിമൂവ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇനി നമുക്കിത് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം. അപ്പം ഇത് തന്നെ മുകളിൽ നിന്ന് താഴോട്ട് ജസ്റ്റ് നന്നായിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. ഇതിൽ നിറയെ രോമമുണ്ട്. ക്രീമിനോടൊപ്പം നമ്മളുടെ മൊത്തം ഹെയർ പോന്നിട്ടുണ്ട്. അപ്പം ഇതുപോലെയാണ് നമ്മൾ നമ്മുടെ അണ്ടർ ആംസിലും ബിക്കിനി അതുപോലെ ഇതുപോലെ തന്നെ ചെയ്യുമ്പോൾ തന്നെ ഈ രീതിയിലാണ് നമുക്ക് ഹീറ്റ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമ്മളുടെ ഹെയർ റിമൂവ് ആവണത്. ഈ ഭാഗത്തൊക്കെ എത്ര നന്നായിട്ട് ഹെയർ റിമൂവ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായത് കണ്ടോ, ഒട്ടുമില്ല ഹെയർ. പിന്നെ നന്നായിട്ട് ഇനി നമ്മളിത് വാഷ് ചെയ്യാം. ഒന്ന് വാഷ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. വാഷ് ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസിങ് ക്രീം കൂടി അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ക്രീം ലഭ്യമാണ്. ഇപ്പോൾ കണ്ടത് നോർമൽ സ്കിന്നിനുള്ളതാണ്. അതുകൂടാണ്ട് ഡ്രൈ സ്കിന്നിനും സെൻസിറ്റീവ് സ്കിന്നിനുള്ളതും ലഭ്യമാണ്. അപ്പോൾ അത് നമ്മുടെ സ്കിൻ നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതിയാവും. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.